ഗൈസ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ ആക്ച്വലി ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എൻ്റെ മോനെ എറണാകുളത്തേക്ക് വന്നിരിക്കുകയാണ്, കൊച്ചി വന്നിരിക്കുകയാണ്. എന്തിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ ട്രിപ്പ് പോയ സമയത്ത് അനിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേട്ടൻ എൻ്റെ സ്കൂൾ പൂട്ടിൻ്റെ സമയത്ത് തന്നെ പോയി, അവനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ബോറടി ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ? കുറച്ചാ? പിന്നെ എന്താണ് കൃത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ബൈക്ക് ഉണ്ടെങ്കിൽ പോവാം, നമുക്ക് രണ്ടാൾക്ക് സുഖമായിട്ട് പോയി വരായിരുന്നു, എവിടേക്കെങ്കിലും കറങ്ങാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നിന്റെ ഔട്ട്ഫിറ്റ് ഒന്ന് നോക്കട്ടെ, കുറച്ചങ്ങോട്ട് നീങ്ങുന്ന. ഈ ബാഗിനെന്താ പറയാ? ഏത്? ബൂട്ട് കട്ട് പോലത്തെ ഒരു സാധനം. എൻ്റെ പ്യൂമയുടെ ഷൂ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബനിയൻ. എൻ്റെ പൊന്നെ സൈക്ലിങ്ങിൻ്റെ തൊപ്പിയാണ്. ഒരു ബാഗ്. ചെക്കൻ ഫുള്ള് കൊല ഫ്രീക്കിലാണ് കേട്ടോ ഇന്ന് വരുന്നത്. ഇന്ന് അനിയനെയും കൊണ്ട് ചെറിയൊരു ഷോപ്പിങ്ങിന് വന്നിരിക്കുകയാണ് കേട്ടോ നമ്മൾ. പക്ഷേ അവൻ ഞാൻ മേലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഏതൊരു കടയാണ് അവൻ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അത് വാങ്ങാനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കൊച്ചിയിലേക്ക് വന്നത്. പക്ഷേ ഇന്ന് ഞാൻ അവനൊരു കിടിലൻ സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. എനിക്കറിയാവുന്നതിൽ ഏറ്റവും ഒരു വലിയ ആഡംബര കപ്പലിൽ അവനെ കയറ്റാൻ പോവാണ്. 5 മണി തൊട്ട് രാത്രി 9 മണി വരെയാണ് കേട്ടോ. എൻ്റെ പൊന്നെ, എന്ത് വണ്ടിയാണ് പോണത്? 9 മണി വരെയാണ് കേട്ടോ അതിൻ്റെ ക്രൂയിസ് ഷിപ്പിൽ നമ്മൾ കയറ്റാൻ പോണത്. അത് അവനറിയില്ല. ഏതോ ഒരു കടയിൽ ഡ്രസ്സ് എടുക്കാൻ കൊച്ചി വരെ വന്നു എന്ന് മാത്രമേ അവന് അറിയുള്ളൂ കേട്ടോ. എനിക്കറിയില്ല അവൻ്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട് എന്നൊന്നും. കാരണം അവനറിയില്ല. കാരണം അത്രയ്ക്ക് എക്സൈറ്റഡ് ആയിട്ട് കാട്ടുന്ന വ്യക്തിയല്ല കേട്ടോ. സർപ്രൈസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി, ഒരു പാൻറ്റും ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കടയിലേക്ക് പോവാണ്. അവൻ പറഞ്ഞിട്ടുള്ള കടയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ കട വരണത്. എന്നിട്ട് നിന്റെ ഇത് പ്ലാൻ എന്നിട്ടാന്ന് പറ. കൺസെപ്റ്റിലുള്ള ഒരു ബ്ലാക്ക് എടുക്കാനാ, ബ്ലാക്ക് ഷർട്ട്, അതിന്റെ ബ്ലാക്ക്. ഇപ്പൊ നീ ഈ ജീൻസിന്റെ ഒപ്പം ഇടാൻ വേണ്ടിട്ടാണ് ഇത് നോക്കണേ. ഇതിന്റെ ഒപ്പം നല്ല മാച്ച്, ബ്ലാക്ക് ആയാലും കുഴപ്പമില്ല. ഈ ഒരു ടീഷർട്ട് എടുക്കാനാണോ ഓടിക്ക് വന്നത്? ഈ ടീഷർട്ട് ഞാൻ നോക്കപ്പോ ഇവൻ ഇവിടെ കുറെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ജസ്റ്റ് എന്ത് മിക്സ് ചെയ്തിട്ട് എടുക്കണേന്നാണോ അല്ലേ? അങ്ങനെ എടുക്കണേ. അപ്പോൾ ഇത് ഏതാണെന്ന് നോക്ക്. നീ ഏത് കളർ, ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണോ നോക്കണേ? ഇതോടുകൂടി ആ പരാതി തീർന്നട്ടാ. ഞാൻ നിന്നോട് പറയാണ്ട് കൊടൈക്കനാൽ പോയിന്നും നിന്നെ കറങ്ങാൻ കൊണ്ടുപോയില്ല എന്നുള്ള എല്ലാ പരാതി ഇതിൽ തീരണം. ഓക്കെ? അപ്പോൾ ഇത് ഇങ്ങനത്തെ ഇതുകളാണോ നോക്കണേ? ഓവർ സൈസിലാണോ ഇങ്ങനത്തെ നോക്കണേ? നോക്ക് എന്താണെന്ന് വെച്ചാൽ നീ സെലക്ട് ചെയ്യും. ഇവിടെ കുറേ ഇതുകൾ ഞാൻ നോക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടിയോളൂ എന്താ സംഭവം കാര്യങ്ങളൊക്കെ. ജസ്റ്റ് ജാക്കറ്റുകളും അങ്ങനത്തെ കുറച്ച് ഇതുകളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നോക്കണം. അമ്മ സ്പോൺസർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇന്നത്തെ ഫുൾ ട്രിപ്പും ചിലവും ഡ്രസ്സിൻ്റെ. അപ്പോൾ എനിക്കും വല്ല ജാക്കറ്റോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നോക്കണം. ഇവിടെയും കുറച്ച് ഇതുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഏതാ? മറ്റേ സിനിമയിലല്ലേ, ആവേശത്തിൽ. ഇവരുടെ ഞാൻ ഇതാ ഇത് ഇല്ല, സെയിലില്ല അല്ലേ? എന്താ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണോ? ഒറ്റ പീസുള്ളൂ അല്ലേ? ഓക്കെ. ഈ സാധനം ആവേശം സിനിമയിൽ ഫസിലിൻ്റെ സെയിം സാധനം അല്ലേ? അടിപൊളി. എത്ര വരുന്നുണ്ടായിരുന്നു സെയിലായിരുന്നപ്പോൾ? അറിയില്ല. അപ്പോൾ കൊള്ളാട്ടാ. ഇങ്ങനത്തെ കുറേ ജാക്കറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെക്കൻ ഫുള്ള് വൈബാണ് കേട്ടാ. ഇപ്പോൾ ഇങ്ങനത്തെ പ്രാന്തുകളാണ് ഇപ്പോൾ കുറേ ഉള്ളത്. ഇപ്പോൾ ചെക്കൻ ഈ ജാക്കറ്റൊക്കെ കൊള്ളാം. നീ അപ്പോൾ വേഗം എടുക്ക്, നോക്ക്. ഗൈസ്, ഒരു രക്ഷയില്ല കേട്ടോ. വിൻറ്റേജ് സാധനങ്ങളാണെന്നാണ് പറയണത്. ഓരോ ടീഷർട്ടിനും 3500 രൂപ, 1500 ആ പ്രൈസ് റേഞ്ചാണ് വരുന്നത് കേട്ടോ. ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ടീഷർട്ടിനൊക്കെ 3500 രൂപയുടെ ടീഷർട്ട്. ഇതേ ജസ്റ്റ് വിൻറ്റേജ് സാധനങ്ങളാണ് പറയണത്. 3500 രൂപ കേട്ടോ. സെയിം സാധനങ്ങൾ ഇതിനൊക്കെ 3500 രൂപ. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലാട്ടോ. നീ എങ്ങനെയാണ് ഈ ഷോപ്പൊക്കെ കണ്ടുപിടിക്കണത്? 3500 രൂപയുടെ ടീഷർട്ടാ, ബനിയൻ. ഡെക്കേത്തിനുള്ളിൽ 99 രൂപയുള്ളൂ. സാധനം കിട്ടില്ല, ബ്രാൻഡ് എന്തൊക്കെ പറയണ്ടോ. ബാറ്റ്മാൻ്റെ ഒറിജിനൽ സാധനങ്ങൾ, ഹാർലി ഡേവിഡ്സന്റെ 10-15 ലക്ഷം രൂപ, 15 കൊല്ലം പഴക്കമുള്ള സാധനങ്ങൾ. എനിക്ക് ഇതിനെക്കുറിച്ച് ഐഡിയ ഇല്ല. നിനക്കിതൊക്കെ എവിടുന്ന ഐഡിയ കിട്ടണേ? ഇൻസ്റ്റാഗ്രാമിൽ. നീ അധികം ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കണ്ട കേട്ടോ. എനിക്ക് മുതലാവില്ല നിന്നെ കൊണ്ട് നടക്കാൻ. നല്ല സാധനങ്ങളുണ്ട്, കുഴപ്പമില്ല. ബ്രാൻഡും നല്ല ബ്രാൻഡിന്റെ ക്വാളിറ്റി, ഫസ്റ്റ് ക്വാളിറ്റി ഇഷ്ടമായി. ശരി ജോഹിൻ,
3500 രൂപയുടെ ടീഷർട്ട് വാങ്ങിയ മുതലാവില്ല. നീ ഇവിടെ വന്നപ്പോൾ നിനക്ക് എന്തെങ്കിലും വല്ലതും തോന്നിയിട്ടുണ്ടോ നിനക്ക്? ഇത് വാട്ടർ മെട്രോ കയറാനാ. വാട്ടർ മെട്രോ നമ്മൾ കയറിയതല്ലേ, വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ നിനക്ക്? വെള്ളത്തിലിറങ്ങുന്ന പരിപാടിയാ. വെള്ളത്തിലിറങ്ങുന്ന പരിപാടിയാണ്. നീ ബോട്ട് ഓടിക്കേ. നീയേ ഇവിടെ ഉള്ളതിൽ നമുക്കിപ്പോൾ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ആഡംബര കപ്പലിൽ കയറിയിട്ടുണ്ടാ? ഇല്ല. ഇന്ന് ഞാൻ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പോവാ. ഏത്? ഹായ്, മറ്റേ ഇത് മാർട്ടിൻ, മട്ടാഞ്ചേരി മാർട്ടിൻ. ഇന്ന് ഞാൻ നിന്നെ ഇവിടെ ഒരു ആണോ? താങ്ക് യു. കാണാറുണ്ടോ? താങ്ക് യു. ഈ കാണാറുണ്ടോ? താങ്ക് യു. പേരെന്താ? ഹായ് പറഞ്ഞോ. വീഡിയോയിൽ വരും. പോട്ടെ. ബൈ. ക്രൂസ് ഷിപ്പ്. അതെ, കണ്ടിട്ടുണ്ടോ? ഉടായിപ്പല്ലടാ. വിശ്വസിക്കണില്ല. ഞാൻ കാട്ടിത്തരാം. എക്സൈറ്റഡ് ആണോ? എന്താ വരാൻ പോണേന്ന് അറിയാൻ വേണ്ടിട്ട്? കാണട്ടെ, എന്നാലല്ലേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, കാട്ടിത്തരാം. ആ ഷിപ്പിൽ കയറിയാലോ, ആ ക്രൂയിസിൽ. ഹായ്. അടുത്തോലോ, ഈ ഒരു ഷിപ്പിൽ കയറിയാലോ? ഫ്രാങ്കല്ലടാ, ദേ നിയോ ക്ലാസിക് ക്രൂയിസ്. ഈ ഒരു ഷിപ്പിലാണ് നമ്മൾ കയറാൻ പോണേ. വിശ്വസിക്കുന്നുണ്ടോ? 4 മണിക്കൂർ പറ്റുമോ നിനക്ക് ക്രൂയിസിൽ? ആഡംബര കപ്പൽ കയറിയുണ്ടാ? വീഡിയോ കണ്ടിട്ടില്ലല്ലോ. കയറിയുണ്ടാ? ഫുഡ് പാർട്ടി, ലൈവ് ബാൻഡ്, DJ മ്യൂസിക്, 4 മണിക്കൂർ ബൊഫേ ഫുഡ്. 4 മണിക്കൂർ നിനക്കെന്താ പറ്റില്ലേ? 4 മണിക്കൂർ എന്താ പറ്റായിക? പറ്റിച്ചാടാ പ്രാങ്ക? അല്ല കേറ്. ഓക്കെ, ഇപ്പൊ വിശ്വാസായി നിനക്ക്? ഇപ്പൊ വിശ്വാസായ? ക്രൂയിസിൽ കയറിയുണ്ടോ നീ? ഇങ്ങനത്തെ കയറിയുണ്ടാ? ഇങ്ങനത്തെ ബോട്ടില് അതിൽ കയറിയിട്ടില്ലല്ലോ. നീ പോയി കയറാൻ പോണത് ഈ ക്രൂയിസിലാണ്. എങ്ങനെയുണ്ട് സർപ്രൈസ്? ഞാൻ വിചാരിച്ചില്ല ഇത് 4 മണിക്കൂർ പറ്റുമോ നിനക്ക്? പിന്നെന്താ പറ്റായിക്കൊന്നുമില്ല. സെറ്റ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ആക്ച്വലി ക്രൂയിസ് ട്രിപ്പാണ് ഇവന് സർപ്രൈസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. വിശ്വസിച്ചിട്ടില്ലല്ലോ? വിശ്വസിച്ചില്ല. ഇവന് ആദ്യം വിചാരിച്ചു പ്രാങ്ക് ആണെന്നാണ് കേട്ടോ. പക്ഷെ പ്രാങ്ക് ഒന്നുമല്ല. നമ്മൾ ആക്ച്വലി ഈ ഒരു ഇതില് ഇഷ്ടപ്പെട്ടോ? ഇതാണ് നിന്റെ എക്സാം കഴിഞ്ഞതിന്റെ വെക്കേഷൻ ട്രീറ്റ്. ഉള്ളിലത്തെ കാര്യങ്ങൾ കാട്ടിത്തരാം കേട്ടോ. അപ്പൊ ചെക്കിനും കാര്യങ്ങളൊക്കെ ആയിട്ട് കേറിയിട്ടുണ്ട് കേട്ടാ. എന്താ മോനെ, വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും? ഫുഡ്, പാർട്ടി, DJ എല്ലാം ഉണ്ട്. സന്തോഷമായ? കേറിക്കോ. ഇനിയും പ്രാങ്കാന്ന് പറയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ കൂടെയാണ് ബോർഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. നമ്മൾ ജസ്റ്റ് അവൻ്റെ കുണ്ടിയാണല്ലോ കാണുന്നത്. അപ്പോൾ ഇതിൽ കൂടെ കയറി ആണ് ഇത് വരണത് കേട്ടോ. ഏത് വഴിയാ? ഇവിടെ അല്ലേ മോനെ? ഞങ്ങളുടെ ഫസ്റ്റത്തെ ഞങ്ങളുടെ ഫസ്റ്റത്തെ ക്രൂയിസാണ് കേട്ടോ. ക്രൂയിസ് വളരെ ആകാംക്ഷിതമായിട്ട് ഇതെന്ന് പറയാം മലയാളത്തിൽ. അൺഎക്സ്പെക്ടഡ് ഇംഗ്ലീഷ് എനിക്കറിയാം. ആകാംക്ഷിതമായിട്ട് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് അതിന്, അൺഎക്സ്പെക്റ്റഡിൻ്റെ. അപ്പോൾ അതന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വളരെ അപ്രതീക്ഷിതമായിട്ട് കിട്ടിയിട്ടുള്ളൊരു ക്രൂയിസാണ്. ഇന്ന് കാലത്ത് ചുമ്മാ വിളിച്ച് നമ്മുടെ ഇത് കോർഡിനേറ്റ് ചെയ്ത് ആളെ വിളിച്ചു. ടിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. കിട്ടി സാധനം. അതൊന്നും പറയുന്നില്ല, അതൊക്കെ സർപ്രൈസ്. നിന്റെ ട്രീറ്റ് ആണ്. നിനക്ക് ഇഷ്ടമുള്ള, നിനക്ക് ഇനി ഒന്നും വേണ്ടേ? ഇവിടെ നിർത്തി ചാടണോ? വാ, ഉള്ളി കയറി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ്. AC നീ പിന്നെ വെറുതെക്കാന്ന് വിചാരിച്ചാ? എടാ നിന്നെ കൊണ്ടുപോകുമ്പോൾ ആ ഒരു ഇതിലല്ല കൊണ്ടുപോകുള്ളൂ ഞാൻ. വിളിച്ചില്ലേ? ഇത് ലൈവ് ബാൻഡും സംഭവം. ഇത് ബാൻഡിൻ്റെ ഏരിയ ആണ് കേട്ടോ. ബാൻഡും കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മുടെ ക്ലാസിക് ഇമ്പീരിയൽ 50 മീറ്റർ IRS ക്ലാസ് സീ ഗോയിങ് വെസലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വെസലിലാണ് നമ്മൾ പോണത് കേട്ടോ. ഹാപ്പി? പിന്നെ അൺഎക്സ്പെക്റ്റഡ് ഞാൻ ഒന്നും പറഞ്ഞില്ല. ഡ്രസ് എടുക്കാൻ പോവാ, ഫുഡ് അടിക്കുക, വീട്ടിൽ പോവാ, അങ്ങനത്തെ ഒരു മൈൻഡ് തന്നെ. അതന്നെ, ഡ്രസ്സ് എടുക്കാൻ പോവാ, ഫുഡ് അടിക്കുക, ആ ഒരു പ്ലാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ. ഇല്ല, നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഇന്ന് ഇവൻ്റെ ഡേ ആണ്. ശരിക്കും ചെറിയൊരു ഹോട്ടൽ, ഒരു 5 സ്റ്റാർ ഹോട്ടലൊക്കെ പോലത്തെ സെറ്റപ്പ്. AC ഹാള്, ഇതും കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ.
വാ നീ താഴോട്ട് ഇറങ്ങാം. വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ലൊക്കേഷൻ ഉണ്ട്. അതിവിടെ നോക്കിയാൽ ഒന്ന് ഇതും കാര്യങ്ങളൊക്കെ വെച്ചൊന്ന് സെറ്റ് ആവണം കേട്ടോ. കുറച്ചൊന്ന് സെറ്റ് ആവണം. ഒന്ന് വാഷ് ചെയ്തൊന്ന് ഫ്രഷ് ആവണം കേട്ടോ. നമ്മൾ ആക്ച്വലി കൊച്ചി മെട്രോയിൽ മാത്രമല്ലേ പോയിട്ടുള്ളൂ. മെട്രോയിൽ ചുമ്മാ ഒരു ഇത് മാത്രമല്ലേ. ഇത് നമ്മൾ കടലിൻ്റെ ഉള്ളിലേക്ക് കടലിൻ്റെ ഉള്ളിലേക്ക് ഏകദേശം ഒരു 50 കിലോമീറ്റർ. സീല് പറയുമ്പോൾ കടലിൽ പറയുമ്പോൾ നോട്ടിക്കൽ മൈൽ അങ്ങനെ എന്താ പറയുന്നത്. പക്ഷേ ഏകദേശം 50 കിലോമീറ്റർ നമ്മുടെ ഭാഷയിലാണ്, കിലോമീറ്റർ വൈസ് പറയുമ്പോൾ. അപ്പൊ അത്രയും ദൂരം നമ്മൾ ഉള്ളിലേക്ക് പോകും. ഛർദിക്കോ? സിസിക്കുണ്ടോ? ഛർദിക്കരുതട്ടാ. ഛർദിച്ച് കഴിഞ്ഞാൽ നാറ്റ കേസാവട്ടോ. അപ്പൊ ഒന്ന് ഫ്രഷ് ആവട്ടെ കേട്ടോ. സാധനം ഓരോന്നോരോന്ന് കാട്ടിത്തരാം. ഓക്കെ, ഇവിടെ ഫുള്ള് ക്രൂയിസ് ഉണ്ട് കേട്ടോ. ഇവിടെ ക്രൂയിസ് ഉണ്ട്. ഇതിൽ ഏറ്റവും ടോപ്പ് സാധനമാണ് നിനക്ക് എടുത്തു തന്നിരിക്കുന്നത്. ഇവിടെ ഉള്ളതിൽ ഏറ്റവും ടോപ്പ് സാധനം. ഹാപ്പി ആയില്ലേ? ഗൈസ് ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ബോറടിച്ചിരിക്കുള്ളൂ. അതെനിക്ക് ശരിക്കും മനസ്സിൽ കൊണ്ടുവിട്ടാ. ലൈക്ക് അല്ലെങ്കിൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് വല്ല പണിക്കുമ്പോൾ കൂടാന്നുള്ള രീതിയിലാണ് അവൻ എൻ്റെ അടുത്ത് സംസാരിക്കുക കേട്ടോ. അമ്മയുടെ അടുത്ത് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവൻ. അപ്പോൾ എനിക്കത് കൃത്യമായിട്ട് കൊണ്ടു നല്ലൊരു സാധനം തന്നെ അവന് ട്രീറ്റ് കൊടുക്കണം എന്നെനിക്കും ഉറപ്പ് ലൈക്ക് ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഏറ്റവും നല്ല ബെസ്റ്റ് തന്നെ ഇവിടെ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് എനിക്ക് ഇതാണെന്ന് തോന്നിയത്. എനിക്കിതിനെക്കുറിച്ച് മാരകമായിട്ടുള്ള അറിവും കാര്യങ്ങളൊന്നുമില്ല. ഉള്ളതിൽ ഏറ്റവും ടോപ്പ് സാധനം തന്നെ അവന് സർപ്രൈസായിട്ട് ഒരു ടൂർ, ഒരു വെക്കേഷൻ പോലെ, ഒരു സ്റ്റെക്കേഷൻ പോലെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെക്കൻ ഇനിയിപ്പോൾ ഫുള്ള് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മുടെ വെസല് സ്റ്റാർട്ടായിട്ടാണ്. ഇവിടെ നിന്ന് സ്റ്റാർട്ടായി. അവിടെ ലൈവ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ലൈവ് മ്യൂസിക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത്രയും ആൾക്കാരാണ് കേട്ടോ ഈ വെസലിൽ ഉള്ളത്. ഈ സൈഡിൽ 10, 50, 60, 70, 80 പേരൊക്കെ ഉണ്ടാവില്ലേ? എത്ര പേരുണ്ടാവും കണ്ടിട്ട്? 80 പേര്, 100 പേര് താഴെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവിടെ ലൈവ് ഇതുകൾ പെർഫോമൻസ് കാര്യങ്ങൾ ഇവിടെ നമുക്ക് ഫുള്ള് നീ തുടങ്ങിയിട്ടാ. മറ്റേ നമ്മൾ മറ്റേ ബോട്ടിൽ പോകണം കിട്ടുന്ന ഇളകണമൊന്നുമില്ല അല്ലേ? നമ്മള് പോണത് മറ്റേ ഇതിലല്ലേ? അവിടെ ഒരു സ്പീഡ് ബോട്ട് നല്ല പടപടിച്ച് കൊണ്ടിട്ടോ. അപ്പൊ ഇപ്പൊ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. ഫസ്റ്റ് ബ്രേക്ക് വരണത് അവിടെ ഓരോരുത്തർ വെൽക്കമും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കട്ടോ. ഇവിടെ ഇപ്പോൾ അടുത്ത ഫസ്റ്റ് പരിപാടി ടീ സ്നാക്സ് ആണ്. ആരംഭിക്കില്ല. അപ്പൊ ഫുഡ് അടിയാണ് മെയിൻ. ഫുഡ് അടിക്കുക, DJ, ഡാൻസ്, ലൈവ് മ്യൂസിക്. ഒരു 3-4 മണിക്കൂർ വൈബാക്കാം, നൈസാക്കാം. 9 മണി വരെ. സൺസെറ്റിന് കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്ന് പറയണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഫോട്ടോസ് ആണ് എടുക്കണമെന്ന് പറയണ്ടായിരുന്നു. നോക്കി നോക്കാം. എന്തായാലും ലൈവ് പെർഫോമൻസും ചായകയായിട്ട് വൈബാക്കാം ഗൈസ്. ഞങ്ങൾ പുറത്തേക്ക് വന്നു കേട്ടോ. പുറത്തേക്ക് വന്നപ്പോൾ നോക്കിയത് വെസലെ മാറി നീങ്ങിക്കൊണ്ടിരിക്കണ്ടാ. ഈ സാധനം അവിടെ നിന്ന് നമ്മള് ലൈക്ക് നമ്മള് പൊളിച്ചല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മള് ആക്ച്വലി സാധാരണ ചെറുതാ പറ്റുള്ളൂ അല്ലേ? അവിടെ വാട്ടർ മെട്രോയിൽ മാത്രമേ പോയിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഞങ്ങളുടെ എക്സൈറ്റ്മെന്റ് മനസ്സിലാകുമെന്ന് കരുതുന്നു. ഇവരായാലും വാട്ടർ മെട്രോയിൽ മാത്രമേ പോയിട്ടുള്ളൂ. ഞങ്ങളാണിപ്പോൾ ഒരു ക്രൂയിസ് വെസലിൽ പോയോണ്ടിരിക്കണത് കേട്ടോ. ഇപ്പുറത്ത് കുറെ ഇതുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആള് കുറെ ഇതുകൾ പറഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നു അല്ലേ? എന്റെ മോനെ നീ ഒടുക്കത്തടാ. അവിടുന്ന് സൺ ലൈക്ക് സൺസെറ്റിന്റെ ഒരു ഇതായതുകൊണ്ട് ഭയങ്കര ഇത്. ഇവിടെ മറ്റേ നേവിയുടെ ഇതും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അതല്ലേ പറഞ്ഞ ആൾ എന്നിട്ട് പറഞ്ഞ ആ ഒരു വൈറ്റ് ഗ്ലോബിനെ കുറിച്ച് എന്നിട്ട് പറയണ്ടായിരുന്നേ. ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഇതാണ് കേട്ടോ. ധ്രുവ് എന്നല്ല, ധ്രുവാണ് കേട്ടോ നേവിയുടെ ധ്രുവിന്റെ 5 രാജ്യങ്ങളിലുള്ളൂ. റഷ്യ, ചൈന, ഇന്ത്യ. എന്റെ ഇതൊക്കെ കേട്ടാ നീ? ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ആളിങ്ങനെ അവിടെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളിത് ഇവിടെ ഫുള്ള് ഇതുകൾ കണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തു. അവിടെ വേറൊരു ക്രൂയിസ് പോകുന്നുണ്ട് കേട്ടോ. അത് നോർമൽ. ഇത് നമ്മൾ കുറച്ച് ഹൈടെക് നമ്മുടെ വീഡിയോസ് എടുക്കുക. നമ്മളവരുടെയും അടിപൊളിയാണ് കേട്ടോ. അവിടെ നമ്മുടെ ഇതൊക്കെ കാരാട്ടാ, നേവിയുടെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. ആ സൈഡിൽ കൂടെ ഒക്കെ ഇത്ര ഹൈറ്റിൽ നമ്മൾ പോയിട്ടില്ല അല്ലേ? ഇത്ര ഹൈറ്റില് പൊന്നാനി പോയപ്പോ കേട്ടോ. എനിക്ക് വേണ്ടി എടുത്തോ. ഇവിടെ ബാക്കി ഐറ്റംസും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ ലൈവ് ബാൻഡും ഇതുകളും. പഴംപൊരി, അവിടെ സമൂസയാണുള്ളത് കേട്ടോ. ഫുഡ് ടേസ്റ്റ് ഫസ്റ്റത്തെ ഇത് പരിപ്പുവടിയും അല്ല സമൂസയും ഇത് കേട്ടോ, പഴംപൊരിയാണ്. കോഫി ഇങ്ങനെ കുടിച്ച് നോക്കിയാ? തമിഴ്നാട്ടിൽ കോഫി കുടിച്ചിട്ട് ഭയങ്കര അഡിക്റ്റ് ആയി പോയിട്ടാ ഞാൻ. കൊള്ളാം അല്ലേ? ടേസ്റ്റ് ഉണ്ട്.
ആ സൺകിസ്ഡ് നൈസായി ഉണ്ട് കേട്ടോ, നൈസ് റോളായിട്ടുണ്ട് സൺകിസ്ഡ്. അവിടെ നിന്നാണ് വിളിച്ച പറഞ്ഞത് കേട്ടോ. ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ലല്ലോ, അനിയനൊന്നും ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. കൊള്ളാടാ. എന്റെ മോനെ കണ്ണാടോ സീനില് അവിടെ നിന്ന് ഇങ്ങോട്ട് കേട്ടിട്ടല്ലേ. ആ തൊപ്പി സൂക്ഷിച്ചു വെച്ചോളൂട്ടാ, തൊപ്പി പോയി കഴിഞ്ഞാ പോവും. നല്ല തിരമാല ഉണ്ട് കേട്ടോ നോക്കി, നല്ല. പക്ഷെ ഉള്ളിലില്ല, ഇവിടെ ആരുടെ അറിയാൻ പറ്റുന്നുണ്ട് ഇല്ലേ, പക്ഷെ ഉള്ളിൽ അറിയാൻ പറ്റുന്നില്ല. എന്റെ പൊന്ന്, ഉള്ളിൽ പാട്ട് വെച്ചാൽ പക്ഷെ ഉള്ളിൽ അറിയണില്ല അല്ലേ, ഉള്ളിൽ അറിയണില്ല. ആ ഗോൾഡൻ അവർ അല്ല, ഗോൾഡൻ അവർ ഉള്ളിൽ അറിയില്ല. പക്ഷെ ഇവിടെ നല്ല ആട്ടുണ്ട് കേട്ടോ, നല്ലോണം ഇറങ്ങുന്നുണ്ട്. അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സീനില്ലേ എത്ര കാറ്റുണ്ടെന്ന് പ്രതീക്ഷിച്ചില്ല പുറത്ത്. അനിയന്റെ തൊപ്പി പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, അനിയന്റെ തൊപ്പി പോയിട്ടുണ്ട് കേട്ടോ. കിട്ടിയടാ? കിട്ടി, അത് കിട്ടിയിട്ടാ, കുഴപ്പമില്ല. ഞാൻ ഇവിടേക്ക് ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞു. ഈ ഷോസി ഇവിടെ നല്ല ഇതുണ്ട് കേട്ടോ, നല്ല ഷെയ്ക്ക് ആവുന്നുണ്ട്. എന്റെ പൊന്നെ തീരമാല നോക്കിയേ, എവിടേക്ക് കയറിയിരിക്കും. എവിടെ ഇരുന്നാണ് ഞാൻ കപ്പിത്താൻ ഇരിക്കി, അവിടെ ഇരുന്നാണ് ഞാൻ. ഇരിക്കാൻ പാടില്ല. ഓക്കെ, മറ്റേ സീനില്ലേ എവിടെ ഇതിലല്ലോ സീ സിക്നസ് ഇല്ലല്ലോ. ഇവിടെ ഭയങ്കര ഉള്ളിൽ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞങ്ങള് ഫാമിലി, ഞങ്ങൾ രണ്ടുപേരോടെ കുറെ പേരൊക്കെ ഫാമിലി ആയിട്ട് വന്നിരിക്കണം. നിങ്ങൾക്കും ഫാമിലി ആയിട്ട് വരണമെങ്കിൽ ഫാമിലി ആയിട്ട് വരാതാ. പൊളിയാണോ, നൈസാണോ? അതിൻ്റെ ഉള്ളിൽ ക്രൂയിസ് ഫസ്റ്റ് ടൈമാണ് കേട്ടോ, അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് വേറെ ഉണ്ട്. നമുക്ക് ഇതിന്റെ ഏറ്റവും ബാക്കിലേക്ക് പോകാട്ടാ. ബാക്കിൽ എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. ബാക്കിലേക്ക് ഇതുവരെ പോയിട്ടില്ല, ബാക്കിലേക്ക് പോകാട്ടാ. പൊക്കോ അവിടെ ഇത് കഴിഞ്ഞിട്ടില്ല, പാട്ട് വരും. നൈസല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബാക്ക്ഗ്രൗണ്ട് അതിന് ഇഷ്ടപ്പെട്ടു അല്ലേ? ഇതന്നെ കണ്ടോ പുള്ളി കയറി. ഏറ്റവും ബാക്കിലേക്ക് പോവാം. രാത്രി ആവും തോറും വൈബായി വരാട്ടാ. സ്റ്റാർട്ടിങ് രാത്രി ആവും തോറും വൈബായി വരാണ്. ആണോ? സമയം പെട്ടെന്ന് കൊണ്ട് പിന്നെ രാത്രി ആവുമ്പോ വൈബായി കൂടി വരുന്നുണ്ട്. ഫസ്റ്റ് കയറിയപ്പോ ഒരു സ്ലോ പേസിലായിരുന്നു. താഴോട്ട് ഇറങ്ങുമ്പോൾ മൈൻഡ് ഒരു താഴോട്ട് ഇറങ്ങിക്കോ. നമ്മളിവിടെ ഇരുന്നിട്ടാണ് ഇത് കുടിച്ചത്. രാത്രി ആവും തോറും ഇങ്ങനെ വൈബായി വരുന്നുണ്ട്. രാത്രി 9 മണി വരെ ഉണ്ട്. 5 മണിക്ക് എടുത്തിട്ടുള്ളൂ, ചായ കുടിച്ച് ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ. തലയിടിക്കാണ്ട് നോക്കിയോളോ. പൊളിയില്ലേ? ഇതാണ് ഇവിടെയും കുഴപ്പമില്ല അല്ലേ? പൊളി. മറ്റേത് കൊച്ചി മെട്രോയിലൊന്നും ഇതൊന്നും ഇവിടേക്കൊന്നും നിൽക്കാൻ സമ്മതിക്കില്ല. ഇവിടെ നമുക്ക് എവിടെ വേണേലും പോവാം. ഫ്രണ്ടിലത്തെ അത്ര വൈബില്ല. ഇല്ല, ഫ്രണ്ടിലെ വൈബ് ഉണ്ട്. ഇവിടെ ജസ്റ്റ് ബാക്ക് ഇതും കാര്യങ്ങളൊക്കെ നോക്കിയേ. എടാ ഇത് ലെവൽ 1 ക്രൂയിസ് ആട്ടാ. മറ്റേ സിംഗപ്പൂർ ടു മലേഷ്യ ഒക്കെ കണ്ടിട്ടില്ലേ? വാട്ടർ തീം പാർക്കൊക്കെ ആയിട്ട് അങ്ങനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? വാട്ടർ തീം പാർക്കൊക്കെ വലിയ ഒരു ദിവസം നമുക്ക് അതിലും പോകണം കേട്ടോ. ഇത് നമ്മുടെ വേണ്ട, വീഡിയോ ആൾക്കാർ കാണുന്നതാണ്, ട്രോള് വരും. 1 കോടിയൊന്നുമില്ല. അല്ല, നല്ല കാശ് വരും, റേറ്റ് വരും. സിംഗപ്പൂർ മലേഷ്യ ആ റൂട്ടിൽ ഇതിൽ കേട്ടോ. ഇതെന്തായാലും ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ നമ്മുടെ? ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് കേട്ടോ. അവിടെ ഇത് മറ്റേ ഹൈവേയിലുള്ള പോലെ നാഷണൽ ഹൈവേ ഉണ്ടോ, വെള്ളത്തിലത്തെ നാഷണൽ ഹൈവേ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അല്ലടാ, അല്ല എന്തോ പറഞ്ഞല്ലോ ഹൈവേ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പറഞ്ഞേ? വെള്ളത്തിൽ കൂടെയുള്ള ഇതിനെ
കോസ്റ്റ് ഞാൻ എന്തോ പറഞ്ഞു കേട്ടോ, ലൈക്ക് ഹൈവേ റോഡിലുള്ള പോലെ. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ വലിയ കപ്പലുകളും കാര്യങ്ങളൊക്കെ ഇതിൽ കൂടെ ഉണ്ട് കേട്ടോ പാസ് ചെയ്യുക തുറമുഖത്തേക്ക്. നമ്മുടെ വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനലൊക്കെ ഇല്ലേ, അങ്ങോട്ടേക്കുള്ള കണ്ടെയ്നറും വലിയ വലിയ ഷിപ്പുകളൊക്കെ, അതുപോലെ ഓരോ ഷിപ്പുകളും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ആറ്റത്തൊക്കെ നോക്കി ഓരോ ഇതുകൾ പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ആടി തുടങ്ങുന്നുണ്ട് കേട്ടോ. നിനക്ക് തോന്നുന്നുണ്ടോ കടലിലേക്ക് പോകുന്ന തോറേ ആടി ആടി പോയിട്ടുണ്ട്. കൂടുതൽ തിരകൾ വരുന്നുണ്ട്. ഓക്കെ, അവിടെ ലൈവ് ബാൻഡ് മ്യൂസിക്. മേലത്തെ പരിപാടി ക്ലോസ് ആകണമെങ്കിലാ. ഇത് എൻജിൻ റൂമും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരണത്. അതിൻ്റെ ഉള്ളില് അനിയൻ ഇനി ജമ്മയുടെ ആ ഷിപ്പിൽ കയറില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് മോനെ? ആട്ട കുറച്ച് പ്രശ്നമായില്ലേ? കുറച്ചധികം ആടും കിട്ടുന്നത് നല്ലോണം. ലൈക്ക് ഇതൊന്നും അല്ലാന്ന് പറഞ്ഞ നമുക്ക് വേണ്ട. നീ ഷിപ്പ് മറ്റേ ബോട്ടില് 10 മിനിറ്റ് അല്ലേ ഇരുന്നിട്ടുള്ളൂ നമ്മള്. ഞങ്ങള് ജസ്റ്റ് 10 മിനിറ്റ് മാത്രം ഉണ്ടാ, അരമണിക്കൂർ കൂടിപ്പോയി അരമണിക്കൂർ, ഇത്ര സമയം ഇരുന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെ ചെറുതായിട്ട് ഷെയ്ക്കാകുമ്പോഴേ നമ്മുടെ ഇത് പോവാണല്ലേ, നമ്മുടെ മൈൻഡ് പോണ്ട്. രസാണ് പക്ഷേ വൈവാണ്, പക്ഷെ ഇടയ്ക്ക് ഇല്ല നിനക്കില്ല. ഞാൻ പറഞ്ഞതാ, ചിലവർക്ക് അമ്മേനെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർന്നു. ഡാഡി കുഴപ്പമുണ്ടാവില്ല, അമ്മേനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉറപ്പാ തീർന്നു. അയ്യോ രസമാണ് കേട്ടാ. നീ എൻജോയ് ചെയ്യണ്ടോ? അടിപൊളിയാ, വൈബാണ്. ഇനിയിപ്പോ ഫുഡ് പണിയും ഇപ്പൊ പാട്ടിന്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു. പാട്ടിന്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു കേട്ടോ. നമ്മളിപ്പോ ഫുള്ള് ഫോൺ പോണ്ട. നൈറ്റ് ഇപ്പോ ജസ്റ്റ് പുറത്തേക്ക് വന്നിട്ട് അവിടെ ഡാൻസ് കളിയും പരിപാടികളൊക്കെയാണ്. അപ്പൊ ഞങ്ങൾ കാറ്റ് കൊള്ളാൻ വേണ്ടിട്ട് വന്നു. അവിടെ നല്ല തണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈബ് ചെയ്യണമെങ്കിൽ ഫാമിലി ആയിട്ട് വന്നാൽ കുറച്ചുകൂടി വൈബാക്കാം. ഞങ്ങള് കുറച്ചുകൂടി രസം അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോ ഇപ്പൊ നമ്മള് ഇനിയിപ്പോ DJ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. എവിടെയാണ് DJ റൂം വരുന്നത് കേട്ടോ. ഓപ്പൺ ആയിട്ട് കാട്ടിത്തരാം. അപ്പൊ ഞങ്ങള് ജസ്റ്റ് ഒന്ന് താഴോട്ട് വന്നതാണ് കേട്ടോ. താഴോട്ട് ജസ്റ്റ് ഒന്ന് വന്നതാണ്. ഇവിടെ കുറച്ചു നേരം ഒന്ന് ഇരിക്കാതെ വെച്ചു കാറ്റത്ത്. ഇവിടത്തെ മണായിരുന്നു അല്ലേ? ഇവിടത്തെ മണല്ലോ നമ്മളെ DJ പരിപാടി. തുള്ളാൻ റെഡി ആയിക്കോ. ഇതാണ് DJ പരിപാടി കേട്ടാ. DJയുടെ ഹാള് ഇതായിരുന്നു. ഇവിടെ കുറച്ച് സ്റ്റേബിളാട്ടാ. DJയുടെ ആള് സെറ്റ് ചെയ്യണമെന്നുണ്ടാ. DJ അത് ഇത് സെറ്റ് ചെയ്യണമെന്നുണ്ട്. എല്ലാം കൺട്രോളും എല്ലാം സെറ്റ് ചെയ്യണമെന്നുണ്ട് കേട്ടോ. DJയുടെ ഫുള്ള് സെറ്റ് കാര്യങ്ങൾ. DJ ഭ്രാന്ത് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാട്ടോ. ഗൈസ്, നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഇങ്ങനെ ചെയ്യണേട്ടാ. ഇത് കേരളത്തിലത്തെ ഏറ്റവും വലിയ ഒരു വെസലാണ് വരണത്. അതുപോലെ തന്നെ ഇവിടെ കോപ്പിറൈറ്റ് ഉള്ള കാരണം കേട്ടോ ഞാൻ വോയിസ് ഓവർ വേറെ കൊടുക്കാമെന്ന് വിചാരിച്ചത്. കിഡിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഈ ഒരു സ്റ്റേജ് ആയിരുന്നു കേട്ടോ. ഇത് അണ്ടർഗ്രൗണ്ട് ആയിരുന്നു. മേലത്തെ ഫ്ലോറിൽ ലൈവ് ബാൻഡ്, ഫുഡ്, സ്നാക്സ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. താഴെയായിരുന്നു DJ പാട്ട്. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ താഴത്തെ ഭാഗമാണ് കേട്ടോ. എനിക്ക് അനിയൻ ഡാൻസ് കളിക്കുമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവനും വൈബ് പിടിച്ച് നൈസായിട്ട് ഡാൻസ് കളിച്ചു കേട്ടോ. ഞാനും ഇടയ്ക്ക് തുള്ളുന്നുണ്ടായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇൻ കേസ് വേണമെങ്കിൽ ബുക്ക് ചെയ്യണമെങ്കിൽ താഴെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കേരളത്തിലത്തെ ഏറ്റവും വലിയ ഒരു ഇതിൽ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇത് പ്രമോഷനല്ല, ഞങ്ങൾ പോയ എക്സ്പീരിയൻസ്. ഇത് അനിയനൊരു സർപ്രൈസ് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ വീണ്ടും പഴയ ഫ്രണ്ടിലേക്ക്, ഞങ്ങളല്ല, അനിയൻ അടിയിൽ DJ പരിപാടികളാണ്. ഞാൻ വീണ്ടും ഫ്രണ്ടിലോട്ട് തന്നെ വന്നു കേട്ടോ. വൈബാണ് കേട്ടോ. നിങ്ങൾ വൺ ടൈം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അയ്യോ ഇത് ക്ലോസ്ഡ് ആണല്ലോ, അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് കൊണ്ടിട്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ക്ലോസ് ഇട്ടിട്ടുണ്ട്. നൈസാണ്. ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് GoProയിലാണ്. അതിനുണ്ടെന്ന് പറഞ്ഞോളൂ ക്ലാരിറ്റി. എനിക്ക് നല്ല ഇമ്പ്രസ് ആയിട്ടുണ്ട് ഞാൻ. കൊള്ളാം. അപ്പോൾ ഇനി തിരിച്ച് നമ്മൾ അങ്ങോട്ട് തന്നെ കേട്ടോ. വന്ന റൂട്ട് തന്നെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഇതാണ് കേട്ടോ. 8 മണി ആവണുള്ളൂ, 7:41. കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ക്രൂയിസ് വെസലാണ് കേട്ടോ. ഇത് ഏകദേശം 50 മീറ്റർ നീളം വരുന്നുണ്ട് കേട്ടോ. 50 മീറ്റർ നീളം വരുന്നുണ്ട്. ബാക്കിയെല്ലാം കേരളത്തിലുള്ളത് ഇതിനായിട്ട് താഴെയാണ് വരുന്നുള്ളൂ. വെളിച്ചെവിടെയാണ് താഴെയാണ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ അതന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ
വീഡിയോയുടെ തുടക്കം പറഞ്ഞത് തെറ്റല്ല, ശരി തന്നെയായിരുന്നു കേട്ടോ. ഞാനിവിടെ ചോദിച്ചൊന്നും എനിക്ക് കൺഫേം ചെയ്തു. അപ്പോൾ കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. അടിയിൽ ഈ ആടാത്ത വല്ല കടലുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ക്രൂസ് ചെയ്യണം കേട്ടോ. ഈ കടലിൽ തിരയില്ലാത്ത കടലിൽ വലുതും പോകണം. നല്ല തിരയുണ്ട് കേട്ടോ. ഇതൊന്നും തിരയില്ല എന്നാണ് പറഞ്ഞത്, പക്ഷേ ഞങ്ങൾ ഇത്ര നേരം ആദ്യമായിട്ട് ഇതായതുകൊണ്ട് എല്ലാം ഒരു എക്സ്പീരിയൻസ്. പിന്നെ നിങ്ങൾ ഇവിടെ ഒരു മണി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് ആക്ച്വലി ഇൻ കേസ് ഓഫ് എമർജൻസി ചെയ്യേണ്ടതാണ് കേട്ടോ. നമുക്ക് ടെംപ്റ്റേഷൻ ഉണ്ടാവും 2 മണി അടിക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ അങ്ങനെ തോന്നിയോണം അടിക്കേണ്ട മണിയല്ല ഗൈസ്. ഇത് ചെയ്യണം കേട്ടോ. അത് ഇന്ത്യൻ ഓയിലിൻ്റെ ഇത് സംഭവം കാര്യമാണ് കേട്ടോ. അവിടെ നിൽക്കുന്നത് കണ്ടോ, അതെ അവിടെ എഴുതിയിട്ടുണ്ട് ഓയിലിൻ്റെ എന്തോ ഇതും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ വന്ന അതേ റൂട്ട് തന്നെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ നിന്നാണ് വന്നത്, തിരിച്ച് അങ്ങോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊള്ളാം ഗൈസ്, അടിപൊളി വൈബാണ് കേട്ടോ. ഗൈസ് ഫുഡ് സെർവ് ചെയ്യാറായിട്ടുണ്ട് കേട്ടോ. ഫുഡ് വെച്ചിട്ടുണ്ട്. വെച്ചിട്ടുണ്ടോ നിങ്ങൾക്ക്? വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളം കിട്ടും. ഇത് ഫിഷ് മോളി ഉണ്ട്, ചിക്കൻ 65 ഫ്രൈ ഉണ്ട്, പിന്നെ ഇതിൻ്റെ പനീർ ബട്ടർ മസാലയുണ്ട്, ഗോബി മഞ്ചൂരിയൻ, പിന്നെ സാലഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ. പിന്നെ വേറെ എന്നിട്ട് ചെയ്യാം ഫുഡ്. ചെക്കന് ഫുഡും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഇതിൽ വരണത്. ഇത് ചിക്കൻ വറുത്തരച്ചത്, ഗീ റൈസ്, അപ്പം, പൊറോട്ട ഉണ്ടോ, പൊളിച്ച് പൊറോട്ട. നൈസ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് കുറേ പേരെ പരിചയപ്പെട്ടു അല്ലേ? ഫുഡ് കഴിക്കുന്ന സമയത്ത് കുറേ പേരെ പരിചയപ്പെട്ടു. കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു. ഇപ്പോൾ ഗുലാബ് ജാമും അതുപോലെ തന്നെ വാനില ഐസ്ക്രീമും കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ലൈവ് മ്യൂസിക് കണ്ടുകൊണ്ട് കേട്ടോ. നമ്മുടെ വെസലിലത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പയ്യെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എല്ലാവരും ഇവിടുന്ന് പോയിട്ടാ. മെറൈൻ ഡ്രൈവിലത്തെ ഫുൾ ആൾക്കാരുകൾ പോയി അല്ലേ? വരുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ആൾക്കാർ പോയി തുടങ്ങി. ഇറങ്ങാ ബാ. അപ്പോൾ ഗൈസ് എന്തായാലും അത്രയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ചെറിയൊരു വീഡിയോ. ഞാൻ കൃത്യം ഇവൻ്റെ വെക്കേഷൻ്റെ സമയത്താണ് കൊടൈക്കനാലിൽ പോയത്. അപ്പോൾ ഇവൻ ആകെ ബോറടിച്ച് വീട്ടിലിരിക്കുകയായിരുന്നു. എന്തെങ്കിലും പോയാ വെക്കേഷൻ്റെ സമയത്ത്? ആ സിനിമയ്ക്ക് പോയി. സിനിമയ്ക്ക് പോയി തന്നെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങൾക്കും ഇതുപോലെ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഈ ഒരു കേരളത്തിലെ ഏറ്റവും വലിയ ക്രൂസ് ഷിപ്പിൽ നിങ്ങൾക്ക് പോകണമെങ്കിൽ താഴെ ഞാൻ നമ്പറും ഡീറ്റെയിലും കൊടുക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്താട്ടോ. അടിപൊളിയാണ്. DJ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യം ഇങ്ങനെ ലെവൽ കുറഞ്ഞു വരും, പിന്നെ പീക്ക് ടൈമിലേക്ക് ആവും, കൂടി വരും. പിന്നെ ഞങ്ങൾക്ക് പറ്റാണ്ടിരുന്നത് പെട്ടെന്ന് ആട്ടം കൂട്ടിയപ്പോൾ ചെറുതായിട്ടൊരു സുഖമില്ലായ്മ തോന്നി. അത് പക്ഷെ എപ്പോഴും ഇല്ല കേട്ടോ. എല്ലാവർക്കും ഒരു ചെറിയൊരു ഭാഗട്ടെ വല്ലാണ്ട് ഷെയ്ക്ക് ആവുമ്പോ ഇങ്ങനെ ആടി നിക്കണ പോലെ. അത് കുഴപ്പമൊന്നുമില്ല, അത് ചെയ്യാവുന്നുള്ളൂ. പിന്നെ കടലല്ല, തിരമാലില്ലാത്ത കടലുണ്ടാവില്ലല്ലോ ഈ പറഞ്ഞോണം. അപ്പൊ എന്തായാലും സ്റ്റേ ട്യൂൺഡ്. കിടിലൻ വ്ളോഗായിട്ട് വരും കേട്ടോ. ഇനി നമ്മൾ സൈക്ലിംഗ് കുറച്ച് മാറ്റി വെച്ചിട്ട് ചെറിയ വേറെ വ്യത്യസ്തമായ കണ്ടന്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു കിടിലൻ വ്ളോഗായിട്ടാണ്. ഹാപ്പി ബൈ.